ദുഃഖവെള്ളി ദിനാചരണം മയിലക്കൊമ്പ് ഇടവക. നമസ്കാരം. നാട്ടുരാജ്യം. ഈ ദുഃഖവെള്ളി ദിനത്തിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി യേശു വീണ്ടും ജന്മപൂജിതനാകണമെന്ന് ആശംസിച്ചുകൊണ്ട് നാട്ടുരാജ്യം ന്യൂസിൻ്റെ ദുഃഖവെള്ളി ദിനാചരണം മയിലക്കൊമ്പ് ഇടവക വികാരി മാത്യു മാളിയിക്കലിൻ്റെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ആലപിച്ചതും മുഖ്യപ്രഭാഷണം നടത്തിയതും അസിസ്റ്റൻ്റ് വികാരി ആൻഡോ റോസ് മൂലയിൽ. മയിലക്കൊമ്പ് ചർച്ച. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മയിലക്കൊമ്പ് പള്ളിയുടെ ഉള്ളിൽ യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ അനുഭവിക്കുന്ന 14 ചിത്രങ്ങളുടെ മുന്നിൽ കൂടിയും കുരിശിൻ്റെ വഴി പ്രാർത്ഥനാ മംഗളങ്ങൾ നടത്തിക്കൊണ്ട് യേശുവിനെ സ്മരിക്കുന്ന മനുഷ്യപുത്രൻ്റെ ഏറ്റവും വലിയ ഓർമ്മ പുതുക്കൽ ഈ ദുഃഖവെള്ളി ദിനത്തിൽ ആചരിക്കപ്പെട്ടു. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന് പരിശുദ്ധനായ ശിമിയോനെന്ന് പ്രവചിച്ചു. കണ്ണീരോടെ വിധിക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സകലങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രാവശ്യം വീഴുന്നു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്നും രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണു പോയി. എന്റെ ആത്മാവ് ദുഃഖിച്ച് തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് നിന്നും ഗണ്യമാകുന്നില്ല. എന്റെ പിതാവിന് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതില്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നില്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്നേശുമായി അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങയെ തൃക്കൈനീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ശക്തിയില്ല. രക്തമെല്ലാം തീരാനായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് താങ്കൾ പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടത്തേക്ക് വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാപോല നിർമ്മിച്ച വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോക ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആർന്നിരിക്കുന്നു.
ആണിപ്പൊഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചിരുന്നു. ഉഗ്രമായ വേദന, മനുഷ്യനെ സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അർത്ഥങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേ ഉപേക്ഷിച്ചു. യജമാനേക്കാൾ വലിയ ഭക്തിയിൽ നിന്ന് അങ്ങ് വിളിച്ചു വരുന്നുണ്ടല്ലോ. അങ്ങേ പീഡിപ്പിച്ചവർ ഞങ്ങളെ പീഡിപ്പിക്കുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങയോട് കൂടി കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിൽ മരിച്ച അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല കളയെ ആശ്വസിപ്പിക്കുന്നു. മാതാവ് മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കൃഷി പറയുന്നിരുന്നു. പിതാവിന്റെ മകൻ നമ്മയോട്, പിതാവിന്റെ അമ്മ എന്ന യോഹന്നാനോട് കൊണ്ട് നിർദ്ദേശിച്ചു. 12 സ്ത്രീകളോടുകൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുവാകുന്നു. അങ്ങയുടെ ദൃഢമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു. കർത്താവേ, 13-ാം സ്ഥലം മിശിഹായുടെ ഹൃദയം മാതാവിന്റെ കിടക്കുന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് ശാന്തമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാപനം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ കിടക്കപ്പെട്ടവരുടെ കണക്കായികൾ തകർത്ത് ശരീരം താഴെയിറക്കണമെന്ന് അവർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടിനാളികൾ വന്ന് മിശിഹായോട് കൂടി കുരിശിൽ തറയ്ക്കപ്പെടുന്ന രണ്ടുപേരുടെയും കണക്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നത് കണ്ടതിനാൽ അവിടുത്തെ കണക്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്ന് നൽകി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും യാത്രിയായ മാതാവേ, അങ്ങേ മത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങനെ കുറിച്ച് സങ്കടം ആർക്കും വിവരിക്കുവാൻ കഴിയും. ഉണ്ണിയായ ദൈവകുമാരനാദ്യമായി കയ്യിലെടുത്തു മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങളോടൊന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാവങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അവസാന